ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വന്നു. അപ്പൊ ഞാൻ പകുതി ഉറക്കത്തിൽ പോയി എന്തുവാന്ന് പോയി നോക്കിയപ്പോൾ അമ്മ രാവിലെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഈ മുന്തിരി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അതിന്റെ പകുതി പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുന്തിരി കഴുകിയിട്ട് അത് നെഗര വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഒന്നെങ്കിൽ പനങ്കൽക്കട്ടോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് വേവിക്കണം. ഇത് വെന്ത് വരുമ്പോൾ ഒരു അടിപൊളി മണമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ചു നേരം ചൂട് മാറാൻ വേണ്ടി വെക്കണം. അത് നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം. അരിച്ചിട്ട് അതിനകത്ത് ബാക്കി വരുമല്ലോ, അത് ഇതുപോലെ സ്പൂൺ വെച്ചോ ഇങ്ങനെ ഞെക്കിയെടുക്കണം. അപ്പൊ പിന്നെയും കുറെ ബാക്കി വരും. അത് മിക്സിക്കകത്തിട്ടിട്ട് അരയ്ക്കണം. അരച്ചിട്ട് ഒരു വെള്ളത്തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഞാനാണെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നുപോയി. ചായ കുടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് അമ്മ അത് ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ ഇത് അടിപൊളിയാണ്. ഒരു 5-6 ദിവസം വരെയൊക്കെ ഇരിക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുടിച്ചു തീർക്കാറുണ്ട്. ഇതിനകത്ത് ഒന്നെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസൊക്കെ ഇട്ട് കുടിക്കാൻ സൂപ്പറാണ്. പക്ഷെ ഏറ്റവും നന്നായിട്ട് നല്ല ടേസ്റ്റ് വരുന്ന നല്ല തണുത്ത സോഡ പൊട്ടിച്ചൊഴിച്ച് കുടിക്കുമ്പോഴായിരിക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുമായിരുന്നു. ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മുടെ വീട്ടിൽ എനിക്കും അനിയത്തിക്കും പഴം ഇഷ്ടമല്ല. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കസ്റ്റാർഡ് ഉണ്ടാക്കും. പക്ഷെ അന്ന് അമ്മ ഉണ്ടാക്കിയത് ശിവരാത്രിക്ക് അമ്മ സദ്യ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ അതിന് ഡെസേർട്ടായിട്ട് വേണ്ടി പായസത്തിന് പകരമായിരുന്നു അമ്മ ഉണ്ടാക്കിയത്. രാവിലെ ജ്യൂസും കസ്റ്റാർഡും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ രാവിലെ ഉപ്പുമാവായിരുന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും ഉപ്പുമാവ് ഇഷ്ടമല്ല, എന്നാലും ഉണ്ടാക്കുമ്പോൾ കഴിക്കും. ഉപ്പുമാവ് കഴിച്ചിട്ട് എനിക്കൊരു കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പാത്രം കഴുകിയിട്ട് ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ചു പോയി നോക്കിയപ്പം സോപ്പ് തീർന്നു. പിന്നെ സോപ്പ് എടുക്കണം. അപ്പൊ നമ്മൾ ഈ കാണുന്ന അരിപ്പെട്ടിക്കകത്താണ് കുളിക്കുന്ന സോപ്പും നനയ്ക്കുന്ന സോപ്പും ഷാമ്പു അതേപോലെ തന്നെ മുളക് പൊടി വലിയ ടിന്നിലാക്കിയത് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു സോപ്പും എടുത്തു. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലിരിപ്പായോണ്ട് കുക്കിംഗ് അമ്മയുടെ പരിപാടിയും ക്ലീനിങ് എന്റെ പരിപാടിയാണ്. അപ്പൊ രാവിലെ ഞാനായിരിക്കും മിക്കവാറും പാത്രം കഴുകുന്നത്. ഞാൻ ഈ എച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പാത്രവും വലിയ പാത്രവും പ്ലേറ്റും സ്പൂണും ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കും. എന്നിട്ട് വലിയ പാത്രം ആദ്യം കഴുകും, എന്നിട്ടായിരിക്കും ചെറിയ പാത്രം കഴുകുന്നത്. അപ്പൊ പെട്ടെന്ന് പാത്രം കഴുകുന്നത് തീരും. അപ്പൊ ഈ ക്ലീനിങ് പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇനി അധികം അടുക്കളയിലോട്ട് വരത്തില്ല. പക്ഷെ അമ്മ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് നല്ല സദ്യ ഉണ്ടാക്കി തന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നപ്പോഴാണ് സദ്യയാണെന്ന് മനസ്സിലായി. പക്ഷെ ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു അമ്പലത്തിൽ പോവാന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. 11 മണിയായപ്പോൾ പോകുന്ന വിചാരിച്ച് തിരക്ക് കുറയല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചെങ്കിൽ രാത്രി പോകാം, അപ്പൊ ഇച്ചിരൂടെ കുറയുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ 11 മണിയായിട്ടും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അവിടെ എങ്ങും സ്ഥലമില്ലായിരുന്നു. കുറെ നേരം ഒരു 1/4 മണിക്കൂർ അതിനുവേണ്ടി മാത്രം നമ്മൾ അവിടെ കിടന്ന് കറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞിട്ടും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കച്ചവടക്കാർ കുറെ പേരുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. ഇതിനകത്ത് ആ കാണുന്നതാണ് തത്തമുന്നക്കരയുടെ കാള. അതാണ് ഏറ്റവും വലിയ കാള. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ഈ ബലൂണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ വട്ടം അവർക്ക് ഒരു ബലൂൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര കാര്യമാണ്. ഇതേപോലെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോൾ അമ്മ എവിടെ നിന്നെല്ലാം ഗ്ലാസ് എടുക്കും. ഈ വട്ടം ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഗ്ലാസ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകാന്ന് ഇങ്ങനെ വിചാരിച്ചു. കുറെ നടന്നു. പാനിപ്പൂരി ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ വെജിറ്റബിൾ മിക്സ് അതേപോലെ തന്നെ ബജി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെജിറ്റബിൾ മിക്സ് ഒക്കെ നമുക്ക് കുറെ ഭയങ്കര പൊടി അടിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചില്ല. ബജിയും ആർക്കും വേണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് മേടിച്ചു. അവള് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് അവൾ ഈ പെണ്ണിന് എന്താ എന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഐസ്ക്രീം മേടിച്ചു. ഇനി ലാസ്റ്റ് ആയിട്ട് ഐസ്ക്രീം മേടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ മാംഗോ ബാറും അമ്മ മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീമും ആയിരുന്നു. പക്ഷെ അമ്മയുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ഐസ്ക്രീം വെച്ച് ചീസ് കഴിച്ചപ്പോൾ അമ്മ അതുകൊണ്ടുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം വെച്ചാൽ പോലും ഞാനും വെക്കണം എന്ന് അതിന്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കാണിച്ചു. അത് നമ്മൾ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ മൊത്തം വണ്ടികളായിരുന്നു. തിരിച്ചു വന്നിടത്ത് ഒരു വണ്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. ആൻഡ് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.